നമസ്കാരം. ബിഗ് ബോസ് താരവും മുൻ ഭർത്താവുമായ ഫിറോസ് ഖാനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി സജന നൂർ വീണ്ടും രംഗത്ത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഷൂട്ടിംഗിന് ശേഷം നടന്ന രാത്രികാല പാർട്ടിയിൽ താൻ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചയെക്കുറിച്ചാണ് സജന തന്റെ പുതിയ വീഡിയോയിൽ തുറന്നു പറയുന്നത്. സഹപ്രവർത്തകരായ ജിഷിൻ, പ്രമോദ്, ബഷീർ ബാഷി, മൃദുല തുടങ്ങിയവർ പങ്കെടുത്ത ഒരു ടെലിവിഷൻ പരിപാടിയുടെ സമാപന പാർട്ടിയിലായിരുന്നു സംഭവം. ഫിറോസ് ഖാനും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നടിയും ചേർന്ന് സിഗരറ്റ് പരസ്പരം കൈമാറുകയും ചുംബിക്കുകയും ഫ്രഞ്ച് കിസ് ചെയ്യുകയും ചെയ്തു. ജിഷിൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ ഈ കാഴ്ച കണ്ട് സ്തബ്ധരായി സജനയെ നോക്കുന്നുണ്ടായിരുന്നു. ആ നടി ആരാണെന്ന് ആ സംഘത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്നും സജന വെളിപ്പെടുത്തി. ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയാണ് അവിടെ കണ്ടതെന്നും സജന പറയുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് സജനയുടെ വെളിപ്പെടുത്തൽ. പറയാൻ വിട്ടുപോയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്നും ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇക്കാര്യം വിട്ടുപോയതെന്നും പറഞ്ഞാണ് സജന വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന ഒരു നൈറ്റ് പാർട്ടിക്കിടയിലാണ് സംഭവം. എല്ലാവരും രസമായിട്ട് തമാശ പറയുന്നു. പെണ്ണുങ്ങളെല്ലാം ജ്യൂസ് കുടിക്കുന്നു, ആണുങ്ങൾ മദ്യം കുടിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വലിയ തിരക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തമാശകൾ പറഞ്ഞ് ആസ്വദിച്ചിരുന്ന സമയത്ത് ഹാളിലെ അലമാരയുടെ കണ്ണാടിയിലൂടെ ബാത്റൂമിനടുത്തുള്ള ഭാഗം എനിക്ക് പ്രതിഫലിച്ചു കാണാമായിരുന്നു. അപ്പോഴാണ് ജിഷിൻ ചേട്ടൻ അടക്കമുള്ളവർ സ്തബ്ധരായി എന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്ത് പറ്റിയെന്ന് മനസ്സിലാകാതെ ഞാൻ സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ആ മുറിയിലെ അലമാരയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ കണ്ണാടിയിൽ ബാത്റൂമിന്റെ ഭാഗമാണ് പ്രതിഫലിക്കുന്നത്. ആ കണ്ണാടിയിലൂടെയാണ് ഒരിക്കലും ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത കാഴ്ച താൻ കണ്ടതെന്നും സജന പറയുന്നു. ബാത്റൂമിന് സമീപം നിന്ന് ഫിറോസ് ഖാനും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നടിയും കൂടി സിഗരറ്റ് പരസ്പരം കൈമാറുകയും ചുംബിക്കുകയും ചെയ്തു. ആ പുള്ളിക്കാരി ആരാണെന്ന ടീമിലുള്ള എല്ലാവർക്കും അറിയാം. കണ്ടത് വിശ്വസിക്കാനാവാതൊരു നിമിഷം തരിച്ചു നിന്നുപോയി. പെട്ടെന്ന് തന്നെ താൻ അങ്ങോട്ട് ചാടി വീണ് വലിയ പ്രശ്നമുണ്ടാക്കി. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവുമായി. ഒടുവിൽ അവിടെ നിൽക്കാൻ കഴിയാതെ ഞാൻ ഇറങ്ങിപ്പോയി. അന്ന് രാത്രി എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മൃദുലയുടെ മുറിയിലാണ് ഞാൻ കരഞ്ഞുകൊണ്ട് അഭയം തേടിയത്. പക്ഷേ പിറ്റേന്ന് രാവിലെ പതിവ് പോലെ അയാൾ വന്ന് എൻ്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു. അതറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും വിശ്വസിപ്പിച്ചു. വിവാഹ ജീവിതത്തിൻ്റെ തുടക്കം കാലം മുതൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സജന പറയുന്നു. ഇനി താൻ ഞങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ ദ്രോഹിച്ചു എന്നോ വേറെ ആണുങ്ങളോടൊപ്പം പോയി എന്നോ എന്ത് വേണമെങ്കിലും തനിക്ക് പറയാം. കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഞങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നതാണ് ഇയാളുടെ ഭീഷണി. ഇയാൾ വളർന്ന രീതികളും ഇയാളുടെ മനസ്സിലുള്ള ട്രോമകളും മറ്റുള്ള പെണ്ണുങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുതെന്നും സജന വീഡിയോയിലൂടെ പറയുന്നുണ്ട്. തന്റെ ഭാര്യമാരെ ഉപദ്രവിക്കുന്നതും മറ്റുള്ള പെണ്ണുങ്ങളെ അബ്യൂസ് ചെയ്യുന്നതും ഇയാളുടെ ഒരു പ്രതികാരം തീർക്കലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി എന്തുമായിക്കോട്ടെ, അയാൾ അടുത്ത വീഡിയോ ഇടാൻ പോകുന്നുണ്ടാകും. പക്ഷേ എന്നെക്കൊണ്ട് ഇതെല്ലാം ഫിറോസ് ഖാൻ താൻ പറയിപ്പിച്ചതാണ്. ഞങ്ങൾ ആരോടൊപ്പം ജീവിച്ചെന്നോ കൊല്ലാൻ പോകുന്നു എന്നോ ഒക്കെയാണോ താൻ പറയുന്നത്? വെട്ടിക്കൊല്ലാനാണോ അതോ വലിച്ചു കീറാനാണോ തൻ്റെ ഭാവം? തൻ്റെ ബോംബല്ലേടോ ഇന്ന് പൊട്ടിയിരിക്കുന്നത്? മകന് വേണ്ടി ക്ഷമിച്ച് അങ്ങേയറ്റം എത്തിയപ്പോഴാണ് എനിക്കിതെല്ലാം പറയേണ്ടി വന്നതെന്നും സജന വീഡിയോയിൽ പറയുന്നു. ഫിറോസ് ഖാൻ പരസ്ത്രീ ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും അശ്ലീല ചാറ്റ് കണ്ടെത്താൻ ഞരമ്പ് മുറിച്ചെന്നും മുൻപ് സജന പറഞ്ഞിരുന്നു. പിന്നാലെയാണ് താരം പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്.